നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച തീക്കാറ്റിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് CPCRI. തീക്കാറ്റ് ഉപ്പുകാറ്റ് മാത്രമാണെന്നും വിശദീകരണം. ബാർക്കോഴ വിവാദം. മാണിക്കെതിരെ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കേണ്ടെന്ന തീരുമാനത്തിനെതിരെ DYFI. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ വിഷഭക്ഷണ ബഹിഷ്കരണ സന്ദേശയാത്രയ്ക്ക് തുടക്കം. പകർച്ചപ്പനിക്കെതിരെ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം. മാവുങ്കാലിൽ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. പാതയോരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ തീരുമാനം. ജില്ലാ ഭരണകൂടം നടപടികൾ തുടങ്ങി. നെൽകൃഷിയിൽ വിജയം കൊയ്യാൻ മടിക്കയിൽ പുരുഷ സ്വയ സംഘം. ഒഴിവു സമയം വിനിയോഗിച്ച് അവർ വയലിലേക്ക് ഇറങ്ങി. വാർത്തകൾ വിശദമായി. തീക്കാറ്റിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് CPCRI. തീക്കാറ്റ് ഉപ്പുകാറ്റ് മാത്രമാണെന്നും വിശദീകരണം നൽകി. ഇതോടെ ദിവസങ്ങളോളമായി നിലനിന്ന ആശങ്കകൾക്ക് വിരാമമായി. ജൂൺ മാസത്തിൽ കടലിൽ നിന്നും ശക്തമായ ഉപ്പുകാറ്റ് കരയിലേക്ക് വീശാറുണ്ട്. കാറ്റിലെത്തുന്ന ഉപ്പുകണങ്ങൾ തീരപ്രദേശത്തെ ചെടികളിലും മറ്റും തട്ടി നിൽക്കാറുണ്ട്. കനത്ത മഴയിൽ ഇത് ഒലിച്ചു പോകാറുമുണ്ട്. എന്നാൽ ജൂൺ ആദ്യവാരം മഴ പെയ്യാതിരുന്നത് മൂലം ഇവ ഇലകളിൽ തന്നെ പറ്റിക്കിടന്നു. ചൂട് കൂടിയതോടെ ചെടിയുടെ ഇലകൾ വാടിക്കരിയുകയായിരുന്നു. പ്രതിരോധശേഷി കുറഞ്ഞ ചെടികളാണ് കൂടുതലും വാടിക്കരിഞ്ഞത്. കടൽ തീരങ്ങളിൽ കൂടുതൽ കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. CPCRI നടത്തിയ പഠനത്തിലാണ് ഈ വസ്തുത കണ്ടെത്തിയത്. Less rainfall accompanied by the heavy winds. So last year wind speed was very less compared to this year. Okay, the two factors involved here. One is a less amount of rain followed by the heavy wind. Because of this wind, it carried a salt droplets from the sea. Wherever you can see the coconut plant here. Wherever the winds are coming and falling on the particular direction, that leaves only got a burnt because of the high concentration of the sodium and chloride ions. ബാർക്കോഴ. മാണിക്കെതിരെ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കേണ്ടെന്ന തീരുമാനത്തിനെതിരെ DYFI. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ധർണ സമരം സംഘടിപ്പിച്ചു. ബാർക്കോഴ കേസിൽ ധനമന്ത്രി KM മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കേണ്ട എന്ന വിജിലൻസ് തീരുമാനത്തിനെതിരെ DYFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അഴിമതി വീരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കേസിന്റെ അട്ടിമറിയെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നേരത്തെ സ്വർണ്ണ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞാൽ എന്താ, മാണിക്ക് 1 കോടി രൂപ ഞങ്ങൾ കൈക്കൂലി കൊടുത്തു എന്ന് ബാർ ഉടമസ്ഥ സംഘത്തിന്റെ നേതാവ് പരസ്യമായി പറയുന്നു. DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാജ്മോഹൻ അധ്യക്ഷനായി. ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, M രാജീവൻ, സബീഷ്, K രവീന്ദ്രൻ, P ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ വിഷഭക്ഷണ ബഹിഷ്കരണ സന്ദേശയാത്രാ പ്രയാണം തുടങ്ങി. ഹോസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെൽത്ത് ക്ലബ് ഉദ്ഘാടനം നടന്നു. ജീവിത സുഖത്തിനായി തേടുന്ന കുറുക്കുവഴികൾ മനുഷ്യനെ രോഗങ്ങളിലെത്തിക്കും എന്ന തിരിച്ചറിവ് ജനങ്ങളിലെത്തിക്കാനാണ് ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിഷഭക്ഷണ ബഹിഷ്കരണ യാത്ര സംഘടിപ്പിക്കുന്നത്. അമിതമായ TV കാണൽ, വ്യായാമക്കുറവ്, അമിത ഭക്ഷണം, ബേക്കറി, പാക്കറ്റ്, ടിൻ ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, മസാലകൾ, പൊറോട്ട, മിഠായി, മാംസാഹാരത്തിന്റെ അമിത ഉപയോഗവും ജനങ്ങളെ രോഗങ്ങളിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് നൽകുകയാണ് സന്ദേശയാത്ര ലക്ഷ്യമിടുന്നത്. ഹോസ്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിഷഭക്ഷണ ബഹിഷ്കരണ സന്ദേശയാത്ര പര്യടനം തുടങ്ങി. ചടങ്ങിൽ സ്കൂൾ ഹെൽത്ത് ക്ലബ് ഉദ്ഘാടനവും നടന്നു. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ക്ലാസ് എടുത്തു. പ്രയാസം, പിന്നെ പതുക്കെ പ്രഷർ കൂടി പ്രമേഹം പിടിച്ച് അതിനെല്ലാം മരുന്ന് കഴിച്ച് ക്യാൻസർ വന്ന് ഹൃദ്രോഗം വന്ന് ഒക്കെ അവര് ചത്തുപോകും.
ഇത് മാഗി നൂഡിൽസിന് മാത്രമേ വിഷമുള്ളൂ? പിന്നെ എന്തിനൊക്കെയാണ് വിഷമുള്ളത്? പെപ്സി, കൊക്കോകോള, ലൈസ്, ബിങ്കോ, കുർക്കുറെ, ചോക്ലേറ്റ്, മിഠായി, ബിസ്ക്കറ്റ്, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളിലും ഇന്ന് പ്രിസർവേറ്റീവുകൾ എന്നുള്ള പേരില്, രുചി കൂട്ടാനുള്ള പേരില്, അതിനെ ക്രിസ്പ് ഒരു സ്വഭാവം നൽകാനായിട്ട് ഒക്കെ ധാരാളം തരത്തിലുള്ള വിഷാംശങ്ങൾ ചേർക്കുന്നുണ്ട്. കുന്നത്ത് കരുണാകരൻ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ PV ജയരാജൻ, രമേശൻ മടിയൻ, KV ഇബ്രാഹിം കുഞ്ഞി, PJ തോമസ്, സ്നേഹ ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പാതയോരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റും. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറാണ് ഇക്കാര്യം അറിയിച്ചത്. മരം വീണുള്ള അപകടം പതിവായതോടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റാൻ കളക്ടർ PS മുഹമ്മദ് സഗീർ നിർദ്ദേശം നൽകി. മഴക്കാലമായതോടെ പല മരങ്ങളും റോഡിൽ പൊട്ടിവീണ് വൻ ദുരന്തങ്ങളാണ് നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കളക്ടറുടെ ചേംബറിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ മരവും മുറിച്ചു മാറ്റുമെന്ന് കളക്ടർ അറിയിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചപ്പനിക്കെതിരെ ബോധവൽക്കരണ പരിപാടി തുടങ്ങി. മാവുങ്കാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുമായി സഹകരിച്ച് പ്രതിരോധ മരുന്ന് വിതരണം സംഘടിപ്പിച്ചു. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയ അസുഖങ്ങളെ പ്രതിരോധിക്കാനാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. ഡോക്ടർ രാജേഷ് കരിപ്പത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വിവിധ രോഗങ്ങളാണ്, ഡെങ്കിപ്പനി അതുപോലെ വിവിധ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ കൈപിടിച്ചുകൊണ്ട് അവർ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ, മരുന്ന് കാശില്ലാതെ, ആവശ്യമായ വിധത്തെ ചികിത്സ ലഭിക്കാതെ പല നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു മരണം വരെ സംഭവിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ നടപടികൾ തുടങ്ങി. മാവുങ്കൽ വ്യാപാരി ഏകോപന സമിതി യൂണിറ്റുമായി സഹകരിച്ച് പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C യൂസഫ് ഹാജി പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. വന്നതിന് ശേഷം ചികിത്സയ്ക്ക് മാറ്റുന്ന രീതിയാണ്. ഹോമിയോയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം അത്രമാത്രം ഫലപ്രദമായി നടപ്പിലെടുക്കാൻ ഇത് സാധിക്കുന്ന ഏക മരുന്ന് ഹോമിയോ മാത്രമാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഭരണാധികാരികൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ കുറച്ചായതുകൊണ്ട് പൊതുജനം അറിയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദുര്യോഗം. K നാരായണൻ അധ്യക്ഷനായി. അശോകൻ പ്രണവും വാർഡംഗങ്ങളായ ചഞ്ചലാക്ഷി, സുജാത തുടങ്ങിയവർ സംസാരിച്ചു. VK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും R ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൻ മരം ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നുള്ള മരമാണ് അപകടത്തെ കാക്കുന്നത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വസ്ത്രാലയത്തോട് ചേർന്നുള്ള മരം ഏത് നിമിഷവും വീഴുമെന്ന ആശങ്കയിലാണ് ഓട്ടോ ഡ്രൈവർമാർ. ശക്തമായ കാറ്റിൽ ഉലയുന്ന മരത്തെ ഭീതിയോടെ മാത്രമേ കാണാനാകൂ എന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഓട്ടോറിക്ഷ അവിടെ ഈ മരം വീഴാൻ വേണ്ടിയിട്ട് സാധ്യതയാണ്. കാരണം തൊട്ടടുത്ത മരത്തിൻ്റെ സൈഡിലേക്ക് കുളിച്ച് വലിയ ഒരു ഊജാലാണ് തോന്നുന്നു. ഏകദേശം ഒരു 1.5-2 ആളാക്കി താഴ്ചയുടെ ഊജാലാണ്. അപ്പോൾ അൻസരയുടെ ബിൽഡിങ്ങിൻ്റെ മുമ്പത്ത് ചെരിഞ്ഞൊക്കെയാണ്. ഒരു 150 ഓട്ടോ ഡ്രൈവർമാർ ഈ സ്റ്റാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്തും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികൃതർ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഈ ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ മരക്കൊമ്പ് പൊട്ടി വീണ് മരണപ്പെട്ടിരുന്നു. 150-ലധികം ഓട്ടോകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അപകടം സൃഷ്ടിക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാണ് ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത്. അപകടമെത്തി ഓടിയെത്തുന്ന അധികൃതർ അപകട ഭീഷണി ഒഴിവാക്കി തരികയാണ് വേണ്ടതെന്ന് ഓട്ടോക്കാർ പറയുന്നു. നെൽകൃഷിയിൽ വിജയം കൊയ്യാൻ മടിക്കയിൽ പുരുഷ സ്വയ സംഘവും. മലപ്പച്ചേരി ശ്രീ വിഷ്ണു പുരുഷ സ്വയ സംഘം പ്രവർത്തകരാണ് ഒഴിവു സമയം വിനിയോഗിച്ച് വയലിലേക്ക് ഇറങ്ങിയത്. സംഘത്തിലെ 13 പ്രവർത്തകർ ചേർന്നാണ് 1.5 ഏക്കറിൽ നെൽകൃഷി ഇറക്കിയത്. പഴയ രീതിയിൽ പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. നെൽകൃഷിക്കൊപ്പം മറ്റു വിളകളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. പടന്നക്കാട് കാർഷിക കോളേജിന്റെ സഹകരണത്തോടെ അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈകളുടെ മിനി നഴ്സറിയും ഇവർ നടത്തുന്നു. ഒരു 1.5 ഏക്കറോളം നമ്മൾ നെൽകൃഷി തുടങ്ങിയിട്ടുണ്ട്.
അത് കഴിഞ്ഞ ശേഷം പിന്നെ വന്നിട്ട് ഒരു 50 സെൻറ്റോളം പച്ചക്കറി, പിന്നെ നമ്മുടെ കാർഷിക കോളേജ് പഠനക്കാരൻ്റെ സഹായത്തോടുകൂടി ഒരു ചെറിയൊരു മിനി കുരുമുളക് നഴ്സറിയും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചമി, പന്നിയൂർ 1, 3, 5 ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകൾ ഇവരുടെ നഴ്സറിയിൽ ലഭ്യമാണ്. നെൽകൃഷി ഇറക്കൽ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് VT ബിനു അധ്യക്ഷനായി. E സുധാകരൻ സ്വാഗതവും ഹരീന്ദ്രൻ നന്ദിയും പറഞ്ഞു. നടീലിന് വയലിറങ്ങാൻ കുട്ടികളും. വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം വിദ്യാർത്ഥികളാണ് പെരളം വയലിൽ ഇറങ്ങി മാതൃകയായത്. നടീലിനെ സജീവമാക്കാൻ വിദ്യാർത്ഥികളും രംഗത്തിറങ്ങി. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പെരളം വയലിലാണ് വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നടീലിനെത്തിയത്. VHSC വിഭാഗത്തിലെ സൗഹൃദ ക്ലബ്ബ്, ഇക്കോ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ നടീലിൽ സഹായിക്കാനായി എത്തിയത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾ വയലിലിറങ്ങിയതെന്ന് അധ്യാപകൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കാർഷിക സംസ്കാരം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള അരിയൊക്കെ വന്നുകൊണ്ടാണ് നമ്മുടെ 3 നേരവും അരി ആഹാരം കഴിക്കുന്ന മലയാളികൾ. എന്നാൽ തൊട്ടുമുറ്റത്തുള്ള സ്വന്തം വയലുകൾ പോലും കുന്നുകളും എല്ലാം ഇടിച്ചു നിരത്തി അവിടെ കെട്ടിടങ്ങളും മറ്റ് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൃഷി ലാഭകരമാകുന്ന ഒരു ലാഭം മാത്രം നോക്കാതെ നല്ലൊരു ഇതിനു വേണ്ടിയായിട്ട് വിഷം നിറഞ്ഞ പച്ചക്കറികളും മറ്റുമാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുവാനായിട്ട് പുതുതലമുറയ്ക്ക് നെൽകൃഷിയിലേക്കും അതുപോലെ തന്നെ പാടങ്ങളൊക്കെ നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന നാട്ടിപ്പാട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ നിന്ന്. ഇത് നമ്മൾ വീണ്ടും ഇതിലേക്കായിട്ട് പുതിയ തലമുറ കൃഷി സംസ്കാരത്തിലേക്ക് മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കുട്ടികൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷി പഠിക്കുന്നുണ്ട്. VHSC അഗ്രികൾച്ചർ കോഴ്സാണ് ഇവിടെ ഉള്ളത്. പെരളം പാടശേഖരത്തെ ഉണ്ണി, ബിന്ദു, കൊട്ടൻ, ശാരദ എന്നിവരുടെ വയലിലാണ് നടീലിൽ സഹായിക്കാൻ വിദ്യാർത്ഥികൾ എത്തിയത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അവർ വയലിൽ എത്തിയത്. വിദ്യാർത്ഥികളോടൊപ്പം പ്രവർത്തനങ്ങൾക്ക് M. ജയശ്രീ ടീച്ചർ, AK സുകുമാരൻ, KP വികാസ്, അർച്ചന ടീച്ചർ, ബാലകൃഷ്ണൻ, രമ്യ, രജിന ടീച്ചർ എന്നിവർ നേതൃത്വമേകി. ക്ലാസ് മുറിയിൽ നിന്നും വയലിലേക്ക് ഇറങ്ങിയപ്പോൾ ലഭിക്കുന്ന അറിവുകൾ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങളുടെ പഠനത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ ഞാറുനടൽ ആരംഭിച്ചിരിക്കുന്നത്. വളരെ രസകരമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്കിത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ടൊരു വയൽ കാണുക, വയലിലിറങ്ങി ഞാറ് നടുക എന്നതൊക്കെ ജീവിതത്തിൽ ഇത്രയും വയസ്സായിട്ടും ആദ്യമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. വളരെ സന്തോഷമുണ്ട്. ഉത്സാഹഭരിതരായിട്ടാണ് എല്ലാ കുട്ടികളും ഞാറ് നടുന്നത്. മാത്രമല്ല, അവിടുന്ന് ആ ചേച്ചിമാരെ ഞങ്ങൾ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അവരാണെങ്കിൽ പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞങ്ങളിൽ മുതിർന്നവരായിട്ടും അവർക്കും അവരിൽ നിന്നും നാട്യപ്പാട്ടുകളും മറ്റും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും ജീവിത വൃത്തിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നെൽകൃഷിയിൽ അഭയം പ്രാപിക്കുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യം അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഈ ഇടയ്ക്കായിട്ടാണ് ഇതിലേക്ക് വന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നെൽകൃഷി അല്ലെങ്കിൽ കൃഷി നമ്മളിൽ നിന്ന് അകന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അഗ്രികൾച്ചർ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള കൃഷിയെ സംരക്ഷിക്കാനും ഇനി മുന്നോട്ട് വരുന്ന തലമുറയെ കൃഷിയുടെ ആവശ്യങ്ങളെ ബോധവൽക്കരിക്കാനുമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംരംഭകത്തെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമ്പരാഗത കൃഷിരീതികൾ പഠിച്ചും നാട്ടറിവുകൾ സമ്പാദിച്ചുമാണ് കുട്ടികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി പുണ്യം തേടി. ഖുർആൻ വിളിക്കുന്നു പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി SYS ഹോസ്ദുർഗ് സോൺ റംദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് പ്രഭാഷണം നടന്നത്. SYS ഹോസ്ദുർഗ് സോണിന്റെ നേതൃത്വത്തിൽ റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ഖുർആൻ വിളിക്കുന്നു പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത്. ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാർ പ്രഭാഷണം നടത്തി.
പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി അധ്യക്ഷനായി. പ്രഭാഷണം ശ്രവിക്കാൻ നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നു. അരുവിക്കരയിലെ UDF വിജയം. UDF കേന്ദ്രങ്ങളിൽ ആഹ്ലാദം അലതല്ലി. മൂലക്കണ്ടത്ത് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി KS ശബരിനാഥിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മൂലക്കണ്ടത്ത് UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. അജാനൂർ മണ്ഡലത്തിലെ മൂലക്കണ്ടത്ത് നടന്ന ആഹ്ലാദ പ്രകടനത്തിന് അരവിന്ദാക്ഷൻ നായർ, P ബാലകൃഷ്ണൻ, എക്കാൽ കുഞ്ഞിരാമൻ, നാരായണൻ മൂലക്കണ്ടം, PV സുരേഷ്, P രത്നാകരൻ തുടങ്ങിയവർ നേതൃത്വമേകി. ഉപ്പള മേഖലയിൽ മോഷണം പതിവാകുന്നു. ജനങ്ങളുടെ ഭീതിക്കിടയിൽ പോലീസ് ജാഗ്രത ശക്തമാക്കി. ഉപ്പളയിലും പരിസര പ്രദേശങ്ങളിലും രാത്രികാലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഉപ്പള യൂണിറ്റ് ആവശ്യപ്പെട്ടു. ഇത് പ്രകാരം ഡിവൈഎസ്പി TP രഞ്ജിത്ത്, കുമ്പള CI സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് 4 സെക്യൂരിറ്റി ഗാർഡുകളെ ഈ പ്രദേശത്ത് വിന്യസിക്കാൻ തീരുമാനമായി. ഇതിനായി പ്രതിമാസം 40,000 രൂപയോളം ചെലവ് വരും. ഇതോടെ ഉപ്പളയിലും പരിസര പ്രദേശങ്ങളിലും അഴിഞ്ഞാടുന്ന ഗുണ്ട കവർച്ചാ സംഘങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും. പരിസരത്ത് അന്യസംസ്ഥാന കവർച്ചാ സംഘവും നാട്ടിലുള്ള കവർച്ചാ സംഘവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ലക്ഷ്യമാക്കി മോഷണം നടത്തുന്ന കാര്യത്തിനെതിരെ പോലീസ് മേധാവികളുടെ നിർദ്ദേശന പ്രകാരമാണ് 4 സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാൻ തീരുമാനമെടുത്തത്. ഉപ്പള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പള യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഈ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നത് നമ്മുടെ ആദ്യമാണ് ഉപ്പളയിൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ജീവിതം മുഴുവനും സമ്പാദ്യം ഉണ്ടാക്കിയ സ്വത്ത് കവർച്ചാ സംഘങ്ങളുടെ മോഷ്ടാക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഇതിന് ഭീമമായ ചെലവ് സംഘടന വഹിക്കേണ്ടി വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഉപ്പള യൂണിറ്റ് ഭാരവാഹികളായ മുഹമ്മദ് റഫീഖ്, M അശോക്, ശിവരാമ പട്ടട, റൈഷാദ് എന്നിവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ സേവന വർഷത്തിന് തുടക്കമായി. 2015-2016 പ്രവർത്തന വർഷത്തിലെ സേവന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടത്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ സേവന വർഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിൽ രക്തദാനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് പ്രവർത്തകർ രക്തം ബ്ലഡ് ബാങ്കിലേക്ക് നൽകി. പ്രവർത്തനങ്ങൾക്ക് ലയൺസ് ക്ലബ് പ്രസിഡന്റ് E രാജേന്ദ്രൻ, സെക്രട്ടറി K ബാലകൃഷ്ണൻ നായർ, ട്രഷറർ V സജിത്ത്, PP കുഞ്ഞികൃഷ്ണൻ നായർ, ടൈറ്റസ് തോമസ്, N അനിൽകുമാർ, K ഗോപി, ഡോക്ടർ ജോസ്, ഡോക്ടർ ത്രേസ്യാമ്മ, ഡോക്ടർ P കൃഷ്ണൻ, CA പീറ്റർ, വിശ്വനാഥൻ, സതീഷ് K തോമസ്, ഡോക്ടർ PK സംഗീത, അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വമേകി. ഈ കൊല്ലത്തെ ലയൺസ് സ്റ്റിക്കർ ഇന്ന് കാഞ്ഞങ്ങാട് ജില്ലാസ്പത്രിയിൽ രക്തദാനം നൽകിക്കൊണ്ട് അതിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇന്നും രക്തം നൽകുന്നതിലെല്ലാം ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും. ഏകദേശം 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള രോഗമില്ലാത്ത എല്ലാവർക്കും രക്തം നൽകാവുന്നതാണ്. അവർക്ക് 45 കിലോഗ്രാമോളം തൂക്കവും ബാക്കി ശാരീരിക വിഷമങ്ങളോ പെട്ടെന്നുള്ള അസുഖങ്ങളോ ഇല്ലാത്ത എല്ലാവർക്കും തന്നെ രക്തം നൽകാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ രക്തം നൽകേണ്ടി വരുന്നത് ചില എമർജൻസി സിറ്റുവേഷൻ കാര്യമായിട്ട് വരും. അത് ആക്സിഡൻറ്റ് കൊണ്ട് രക്തം നഷ്ടപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ, കൂടാതെ എമർജൻസി സർജറി, അതുകൂടാതെ പിന്നെ പ്രസവത്തിലുണ്ടാകുന്ന രക്തസ്രാവം, അവരൊക്കെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ആക്സിഡന്റ് കൊണ്ടുള്ള രക്തനഷ്ടം ആണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അവരുടെ പിന്നെ ബോധവൽക്കരിച്ച് സ്വമേധയാ രക്തം നൽകാനുള്ള ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയാണ് തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാം. തിമിരി നൂഞ്ഞിയിൽ നിന്ന് ദാരുണമായ ഒരു വാർത്ത. 5ഓളം ആടുകളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. ഭീതി പരത്തി നാടെങ്ങും തെരുവ് നായ്ക്കൾ വിലസുന്നു. മനുഷ്യർക്ക് നേരെയും വളർത്തുമൃഗങ്ങൾക്ക് നേരെയുമുള്ള ഇവയുടെ അക്രമം തുടരുകയാണ്. തിമിരി നൂഞ്ഞിയിലെ KP രമണിയുടെ 5 ആടുകളെ കടിച്ചുകൊന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ചൊവ്വാഴ്ച പകൽ 2ഓടെയാണ് സംഭവം. പറമ്പിൽ മേയാൻ വിട്ടിരുന്ന ആടുകളെ കൂട്ടത്തോടെ എത്തിയ തെരുവ് നായ്ക്കൾ കടിച്ചു കൊല്ലുകയായിരുന്നു. ശബ്ദം കേട്ട് ഉടമസ്ഥർ ഓടിയെത്തുമ്പോഴേക്കും നായകൾ ഓടിമറഞ്ഞു. 5 ആടുണ്ട്. ഒരു 2-3 പ്രാവശ്യം ഇവിടെ വന്ന് ഇങ്ങനെ ചെലവേറ്റുണ്ട്. ഇപ്പാണ് 4 ആട്ടിനെ കടിച്ച് കൊന്നത്. ഒന്നിന് 2 കടിച്ച് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഭാഗത്ത് തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതലാണ്.
എന്തെങ്കിലും ഒരു പഞ്ചായത്തായി ഒരു വഴി കാണണമെന്നാണ് പറയാനില്ല. ചെറുവത്തൂറും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായശല്യം രൂക്ഷമാണ്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ നായകൾ താവളമാക്കിയിരിക്കുകയാണ്. യാത്രക്കാർ ഭയപ്പാടോടെയാണ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും ഇവയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. റോഡിലൂടെ അലഞ്ഞുതിരിയുന്നത് കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. അലഞ്ഞുതിരിയുന്ന നായകളെ നിയന്ത്രിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. RTO പിന്തുടർന്ന ഓട്ടോറിക്ഷ കടയിലിടിച്ച് മറിഞ്ഞു. സെയിൽസ്മാന് ഗുരുതര പരിക്ക്. ബുധനാഴ്ച ഉച്ചയോടെ ബങ്കര മഞ്ചേശ്വരത്തായിരുന്നു സംഭവം. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. RTO ഇന്റർസെപ്റ്റർ വെഹിക്കിൾ ഓട്ടോറിക്ഷയെ പിന്തുടരുകയായിരുന്നു. അതിവേഗം വരുന്ന RTO വാഹനത്തെ കണ്ട ഓട്ടോ നിയന്ത്രണം വിടുകയും കടയിലേക്ക് പാഞ്ഞു കയറുകയും ചെയ്തു. ഉദ്യാവര റെയിൽവേ ഗേറ്റ് സ്വദേശി ഇല്യാസിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. 2 സ്ത്രീകളുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോ. ബങ്കര മഞ്ചേശ്വരം കരിമ്പ് വളപ്പിലെ അൻസാറാണ് ഓട്ടോ ഓടിച്ചിരുന്നത്. ഇല്യാസിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. സംഘടനയിലേക്ക് വാടക പോകുന്ന സമയത്ത് പിന്നെ എന്നെ RTO എന്ന് അറിയില്ല, ബാക്കിൽ ഒരു വണ്ടി ഓർമ്മടിക്കുന്നുണ്ടായി. അന്ന് ഞാൻ നോക്കുമ്പോൾ RTO അങ്ങനെ പാസഞ്ചർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പാസഞ്ചറായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ നിർത്താതെ പോയതുകൊണ്ട് RTO എന്നെ ഓടിച്ചു വരുമ്പോൾ ഒരു 2 ആൾക്കാർ അപ്പുറം ഇപ്പുറം മിസ്സായിട്ട് വണ്ടി ഇടിച്ച്, എന്നിട്ട് RTO എന്നെ വണ്ടി ഇടിച്ച് ഒരു കടയിലേക്ക് ഇടിച്ചു വീണിട്ട് എനിക്ക് നല്ലവണ്ണം പരിക്കേറ്റ്. പിന്നെ ക്രോസിംഗ് അയാൾക്കും കുറച്ച് നല്ലൊരു പരിക്കുണ്ടെന്ന്. ഓട്ടോ പൂർണ്ണമായും തകർന്നു. എന്നാൽ അപകടം വരുത്തിയിട്ടും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കൂട്ടാക്കാതെ മോട്ടോർ വാഹന വകുപ്പുകാർ ഓടിച്ചു പോയതായാണ് ആക്ഷേപം. ഇത് വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദനം. കുട്ടികളെ അനുമോദിക്കാൻ P. കരുണാകരൻ MP എത്തി. ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലയിൽ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സെമിനാർ ഹാൾ, അതേപോലെ തന്നെ ഓഡിറ്റോറിയം, ഇതൊക്കെ നമ്മുടെ ഭൗതിക സാഹചര്യത്തിന്റെ ഭാഗമായി വളർത്തിയെടുക്കുന്നതാണ്. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിക്കുന്നുണ്ട്. അവരിപ്പോ മറ്റു ചില വലിയ ബാധ്യത എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കുറച്ച് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന മറ്റു പ്രശ്നങ്ങളാണ് അത്. ഏതായാലും ഞങ്ങളൊക്കെ ആലോചിച്ച് സ്കൂളിന്റെ ഈ ഭൗതിക സാഹചര്യം വളർത്തിയെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വിജയം നേടിയ മുഴുവൻ ആളുകളെയും അത് നേതൃത്വം നൽകിയ സ്കൂളിന്റെ അധികൃതരെയും ഒന്നുകൂടി ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിനന്ദനം. വിവിധ മേഖലകളിലായി മികവുറ്റ നേട്ടങ്ങളാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പിലിക്കോട് C. കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നേടിയെടുത്തത്. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് P. കരുണാകരൻ MP ഉപഹാരം നൽകി. ഹരിത വിദ്യാലയ പുരസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ കൈമാറി. ദേശീയ പ്രബന്ധരചനാ മത്സര വിജയി അക്ഷയ പെരിങ്ങോത്തിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി അനുമോദിച്ചു. എൻട്രൻസ് പരീക്ഷകളിലെ വിജയികൾക്ക് TV ശ്രീധരൻ മാസ്റ്റർ ഉപഹാരം സമർപ്പിച്ചു. VV നാരായണൻ അധ്യക്ഷത വഹിച്ചു. V. കുഞ്ഞിരാമൻ, PC ചന്ദ്രമോഹനൻ, M. പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച തീക്കാറ്റിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് CPCRI. തീക്കാറ്റ് ഉപ്പുകാറ്റ് മാത്രമാണെന്നും വിശദീകരണം. ബാർക്കോഴ വിവാദം. മാണിക്കെതിരെ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കേണ്ടെന്ന തീരുമാനത്തിനെതിരെ DYFI. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ വിഷഭക്ഷണ ബഹിഷ്കരണ സന്ദേശയാത്രയ്ക്ക് തുടക്കം. പകർച്ചപ്പനിക്കെതിരെ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം. മാവുങ്കാലിൽ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. പാതയോരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനം. ജില്ലാ ഭരണകൂടം നടപടികൾ തുടങ്ങി. നെൽകൃഷിയിൽ വിജയം കൊയ്യാൻ മടിക്കയിൽ പുരുഷ സ്വയ സംഘം. ഒഴിവു സമയം വിനിയോഗിച്ച് അവർ വയലിലേക്ക് ഇറങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.